മഹാനായ സംഗീതജ്ഞൻ. രാമു ഒരു അലക്കുകാരനായിരുന്നു. അയാൾക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. അലക്കാത്ത തുണികളുടെ കെട്ടുകൾ നദിയിലേക്ക് കൊണ്ടുപോകുന്നതിനും അവയെ അലക്കിക്കഴിഞ്ഞ് തിരികെ കൊണ്ടുപോരുന്നതിനും വേണ്ടിയായിരുന്നു അയാൾ അതിനെ ഉപയോഗിച്ചിരുന്നത്. വിരസമായ ഈ ജോലി കാരണം കഴുത ആകെ പരിക്കെട്ടു. വളരെ എളുപ്പത്തിൽ ചെയ്യാനാകുന്ന ഏതെങ്കിലും ഒരു ജോലിക്കു വേണ്ടി അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പതിവ് ജോലികൾ ചെയ്യുവാൻ അറിയിക്കുന്നു എന്ന് കണ്ടപ്പോഴെല്ലാം രാമു കഴുതയെ അതിയായി തല്ലുമായിരുന്നു. ഒരു ദിവസം കഴുത വീട്ടിൽ നിന്നും ഓടിപ്പോകുവാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ യജമാനൻ എത്തിച്ചേരുന്നതിന് മുൻപ് കഴുത തൊഴുത്തുവിട്ട് കാട്ടിലേക്ക് പോയി. കാട്ടിലൂടെ അവിടെയും ഇവിടെയും കഴുത അലഞ്ഞു നടന്നു. പതിയെ പച്ചപ്പുല്ല് വളരെ സമൃദ്ധമായി ആസ്വദിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് അതിന് വളരെ സന്തോഷമായി. പഴയ തൊഴുത്തിനെ കുറിച്ച് അത് ആലോചിച്ചു നോക്കി. എന്നും അതിന് ഉണങ്ങിച്ചുളിഞ്ഞ വൈക്കോൽ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പച്ചയായ മുളം പുല്ലുകളും വള്ളികളും തിന്നുകൊണ്ട് അത് മുന്നോട്ട് നടന്നു. വഴിയിൽ ഒരു കുറുനരി അതിൻ്റെ നേരെ നടന്നു വരുന്നത് കഴുത കണ്ടു. അവർ പരസ്പരം ചങ്ങാതിമാരായി. കുറുനരി പറഞ്ഞു, പ്രിയപ്പെട്ട ചങ്ങാതി, താങ്കൾ വളരെ മാന്യനായ ഒരു വ്യക്തിയായി തോന്നുന്നു. അതിനാൽ എനിക്ക് താങ്കളെ വളരെ ഇഷ്ടമായി. എന്നോടൊപ്പം വന്നാലും. വെള്ളരിക്ക സമൃദ്ധമായി വളരുന്ന ഒരു തോട്ടം ഇവിടെ അടുത്തുണ്ട്. പോയി നമുക്ക് രുചിയേറിയ കുറേ വെള്ളരിക്കകൾ മോഷ്ടിക്കാം. വെള്ളരിക്ക എന്ന വാക്ക് കേട്ടപ്പോൾ കഴുതയുടെ വായിൽ വെള്ളമൂറി. സമ്മതിച്ചുകൊണ്ട് അത് പുതിയ കൂട്ടുകാരനെ അനുധാവനം ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ അവർ ഇരുവരും തോട്ടത്തിൽ പ്രവേശിച്ചു. ആർത്തിയോടെ അവർ പാകമായ വെള്ളരിക്കകൾ തിന്നു തുടങ്ങി. വയറ് നിറഞ്ഞപ്പോൾ സംതൃപ്തിയോടെ കഴുത ദീർഘനിശ്വാസമുണർന്നു. നേരം വളരെ വൈകിയിരുന്നു. ആകാശത്ത് അർദ്ധചന്ദ്രക്കല ഉദിച്ചു വന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാത്തിനെയും നിലാവ് തഴുകുന്നത് കണ്ടപ്പോൾ ചന്ദ്രനു നേരെ നോക്കി അമറുവാനുള്ള അതിൻ്റെ സവിശേഷത ഉണർന്നു. അത് കുറുനരിയോട് പറഞ്ഞു, ചങ്ങാതി, ഉല്ലാസകരമായ ഈ നിലാവിൽ ഞാൻ ഒരു ഗാനം ആലപിക്കുവാൻ പോകുകയാണ്. അത് താങ്കൾക്കും ആനന്ദകരമായിരിക്കും. വാക്കുകളിൽ ഒരൽപ്പം പരിഹാസത്തോടെ കുറുനരി പറഞ്ഞു, നീ ഒരിക്കലും പാടുകയല്ല, അമറുകയാണ് ചെയ്യുന്നത്. കഴുതക്ക് ഈ തരം താഴ്ത്തൽ സഹിക്കുവാൻ ആയില്ല. തൻ്റെ ശബ്ദം വളരെ മധുരമാണെന്നും കുറുനരി അതിൻ്റെ ശബ്ദം എങ്ങനെയിരിക്കുന്നു എന്ന് പറഞ്ഞാലും പാടുമെന്നും പറഞ്ഞു. കുറുനരി പറഞ്ഞു, വാസ്തവത്തിൽ നമ്മൾ കള്ളന്മാരാണ്. ഒരു കള്ളൻ അവൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്തണം. നീ പാടുകയാണെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. പക്ഷേ അതിന് ചെവി കൊടുക്കുവാൻ കഴുത തയ്യാറായിരുന്നില്ല. ചന്ദ്രനെ നോക്കി പാടുന്നതിനുള്ള തീരുമാനത്തിൽ അത് മുറുകെ പിടിച്ചു നിന്നു. കുറുനരി പറഞ്ഞു, ഒരൽപ്പം നിൽക്കൂ,
ആദ്യം ഞാനൊന്ന് ഈ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പൊയ്ക്കോട്ടെ. കുറുനരി തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു വൃക്ഷക്കൂട്ടത്തിൽ പോയി ഒളിച്ചു. കഴുത ഉറക്കെ അമറുകയും കർഷകർ വടികളും കയറുകളുമായി ഓടിവരികയും ചെയ്തു. മതിയാവോളം ധിക്കാരിയായ ആ കഴുതയെ അവർ തല്ലി. ഒടുവിൽ വല്ലവിധേനയും കഴുത അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് കുറുനരിയുടെ അടുക്കലേക്ക് ഓടി. കുറുനരി പറഞ്ഞു, ഇപ്പോൾ താങ്കൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാത്തിനും അതിൻ്റേതായ രീതികളുണ്ട്. അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. പുതിയ ചങ്ങാതിയെ ഒറ്റയ്ക്കു വിട്ടിട്ട് കുറുനരി കാട്ടിനുള്ളിലേക്ക്